നമസ്കാരം, സ്കോർ അക്കാഡമിയിലെ ഫിസിക്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് അഥവാ പ്രകാശം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. RRB എക്സാംസിന് എസ്പെഷ്യലി സയൻസിന് വെയിറ്റേജ് കൂടുതലുള്ള ഗ്രൂപ്പ് ഡിക്കും NTPC എക്സാംസിനും നിങ്ങൾ നോക്കിയാൽ മതി ലൈറ്റിൻ്റെ വെയിറ്റേജ്. ജെഇക്ക് ചോദിക്കുന്നതിനെക്കാട്ടിയും ഒബ്വിയസ്ലി ജെഇക്കും ALPക്ക് ചോദിക്കുന്നതിനെക്കാട്ടിയും ഒബ്വിയസ്ലി കുറച്ചധികം വെയിറ്റേജ് ലൈറ്റിന് ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈറ്റിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണണം. ലൈറ്റിനെ തന്നെ നമുക്ക് പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഏതൊരു ക്ലാസ്സിലെയും പോലെ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1.5. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് അറിയണം, അത് സ്പീഡ് ഓഫ് ലൈറ്റുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം പോകെ പഠിച്ച് പോകാം. അടുത്തതായിട്ട് ദ പ്രൈമറി കളേഴ്സ് യൂസ് ഇൻ എ കളർ ടെലിവിഷൻ. കളർ ടെലിവിഷനിലെ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്നാലും സ്ഥിരമായി ചോദിച്ചു കാണുന്ന റീജിയൻസ് ആണ്. പിന്നെ വിച്ച് കളർ ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ് വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ലൈറ്റാണ് ലീസ്റ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഏതാണ് ഹയസ്റ്റ് ഡീവിയേഷൻ, ഏതാണ് ലീസ്റ്റ് ഡീവിയേഷൻ, വേവ് ലെങ്ത് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പോകെ പഠിക്കാനുണ്ട്. അടുത്തതായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. എക്സാമ്പിൾസ് ഉൾപ്പെടെ പഠിക്കണം. എക്സാമ്പിൾസ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതാണ്. സ്കാറ്ററിംഗ് എന്താണ്, ഡിസ്പേർഷൻ എന്താണ്, വ്യക്തമായിട്ട് തന്നെ ഐഡിയ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾസും നോക്കണം, കാരണം എക്സാമ്പിൾസ് എടുത്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, നമുക്ക് പോകെ ഇതെല്ലാം നോക്കി പോവാം. അടുത്തതായിട്ട് ഒരു ഡെഫിനിഷനാണ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ടു എ വാക്വം ഈസ് കോൾഡ്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കിനി ഇന്ന് എന്തൊക്കെ ടോപ്പിക്ക് ഇതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകാമെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി എന്താണ് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യങ്ങളാണ്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്കറിയാം ഒരുപാട് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചും കാണുന്ന റീജിയൻസ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിനായിട്ടും റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ഥിരമായിട്ട് റിഫ്രാക്ഷനിൽ നിന്ന് ചോദിച്ച് കാണുന്ന റീജിയൻ ആണ്. അത് മാർക്ക് ചെയ്ത് വെച്ച് തന്നെ ഇത്തരം പ്രോബ്ലംസ് നമ്മൾ പഠിക്കണം. പിന്നെ ഉള്ളത് സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിംഗ് എന്താണ്, പിന്നെ ഡിസ്പേർഷൻ എന്താണ്? സ്കാറ്ററിംഗ് ആൻഡ് ഡിസ്പേർഷൻ വെരി ഇമ്പോർട്ടൻറ്റ് റീജിയൻ. റിഫ്രാക്ഷനും വെരി ഇമ്പോർട്ടൻറ്റ് റീജിയൻ. കൂടാതെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള ചില പ്രോപ്പർട്ടീസ് ആണ്. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് അഥവാ പ്രകാശം. ലൈറ്റ് ഇസ് ബേസിക്കലി എ ഫോം ഓഫ് എനർജി അല്ലേ. കൂടാതെ അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമുക്കറിയാം. അതിനകത്ത് റേഡിയോ വേവ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്, മൈക്രോ വേവ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വേവ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു റീജിയൻ ആണ് വിസിബിൾ ലൈറ്റ്, അല്ലെങ്കിൽ സിംപ്ലി ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ലൈറ്റ് എന്ന ഫോം ഓഫ് എനർജിയാണ് നമുക്ക് വിഷൻ എന്നുള്ളൊരു നമ്മുടെ സെൻസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ലൈറ്റ് ഈസ് നെസസറി ഫോർ വിഷൻ. ഇനി എങ്ങനെ ഒരു വസ്തുവിനെ നമുക്ക് ലൈറ്റ് വെച്ച് കാണാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അതിൽ നിന്ന് വൺ ഓഫ് ദ ലൈറ്റ് റേസ് ഓർ ഒരു കിരണം വന്ന് ആ ഒബ്ജക്റ്റിലേക്ക് തട്ടി. ഈ ഒബ്ജക്റ്റിലേക്ക് തട്ടിയപ്പോൾ ഈ ലൈറ്റ് റേയുടെ കുറച്ച് ഭാഗം എന്ത് പറ്റും, അത് ചിലപ്പോൾ അബ്സോർബ് ചെയ്യും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരു ഭാഗം അതിന് എന്തെങ്കിലും ഒരു സിമിലർ പോർഷൻ നേരെ ഒബ്സർവറിന്റെ ഐയിലേക്ക് എത്തും. ഇത് എത്തിയാൽ മാത്രമേ നമുക്ക് വിഷൻ ഉള്ളൂ. അപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അതൊരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ടാണ് നമുക്ക് വിഷൻ കിട്ടുന്നത്. ലൈറ്റ് വന്ന് ഒരു ഒബ്ജക്റ്റിൽ തട്ടി അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ വിഷൻ എന്ന ഫിനോമിനൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ കാര്യമാണ്. ഇനി ഇവിടെ സംഭവിച്ച പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് എന്താണ്? സിംപ്ലി റിഫ്ലക്ഷൻ ഓർ പ്രതിഫലനം എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂട്ടിലൈസ് ആക്കിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ പറയാം. ഇനി ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ, ഓബ്വിയസ്ലി. അപ്പോൾ അവിടെ എന്ത് വേണ്ട? വി ഡു നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ടു ട്രാൻസ്ഫർ എനർജി അല്ലേ. ഈ ഫോം ഓഫ് എനർജിക്ക് എന്ത് വേണ്ട? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. ക്ലിയർ അല്ലേ?
അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പോലെയും ലൈറ്റ് ഓൾസോ ക്യാൻ ട്രാവൽ ഇൻ എവിടെ? വാക്വം. വാക്വമിൽ ലൈറ്റിന് ട്രാവൽ ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇനി ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം സൗണ്ടിൻ്റെ കാര്യമാണ്. Sound cannot propagate in vacuum, whereas light can propagate in vacuum. ഈ പോയിന്റ് മറന്നു പോകരുത്. ഇത് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, ക്ലിയർ ആക്കി പോവുക. ലൈറ്റ് എന്നാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ വാക്വം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയായിരിക്കും? വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് 3 × 10⁸ m/s. ഒരു കാരണവശാലും ഈ വാല്യൂ മറന്നു പോകരുത്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ ചോദിക്കും 3 × 10⁸ m/s എന്ന വാല്യൂ നിങ്ങളുടെ മനസ്സിൽ ഇംപ്രിന്റ് ചെയ്ത് വെച്ചോളൂ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ലേ ഒരു ഇമേജ്, അവിടെ ലൈറ്റ് റേസിന് ഒരു സ്ട്രെയിറ്റ് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു റേ അല്ലെങ്കിൽ ബേസിക്കലി കിരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാത്ത് അലോങ് വിച്ച് ദ ലൈറ്റ് എനർജി ട്രാവൽസ്. ഈ ലൈറ്റ് എനർജി ട്രാവൽ ചെയ്യുന്ന പാത്തിനെയാണ് ബേസിക്കലി കിരണം അല്ലെങ്കിൽ റേ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി ലൈറ്റിനെ ബീമായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ലൈറ്റ് റേസിനെയാണ് സിംപ്ലി നമ്മൾ എന്ത് പറയുന്നത്? ബീം ഓഫ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി ബീമിൽ തന്നെ പാരലൽ ബീം ഉണ്ട്. പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് പോയാൽ സിംപ്ലി പാരലൽ ബീം എന്ന് പറയാം. ഇനി ഡൈവേർജന്റ് ബീം, ഇത് ഡൈവേർജ് ചെയ്ത് ദൂരോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബീങ് ഡൈവേർജ് എങ്കിൽ അതൊരു ഡൈവേർജന്റ് ബീം. ഇനി അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എന്ത് പറയാം? ഇറ്റ് ഈസ് കൺവേർജിങ് ടു എ പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംപ്ലി കൺവേർജന്റ് ബീം എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് ഒപ്റ്റിക്സ് എന്നാൽ എന്താണ്? ഈ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന വിഭാഗം ഓഫ് ഫിസിക്സ്, ഫിസിക്സിന്റെ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഈ വിഭാഗത്തിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്? ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഒപ്റ്റിക്സിനെ തന്നെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ജോമെട്രിക് ഓർ റേ ഒപ്റ്റിക്സ്, രണ്ടാമത്തെ വേവ് ഒപ്റ്റിക്സ് ആൻഡ് ക്വാണ്ടം ഒപ്റ്റിക്സ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നേച്ചർ ഓഫ് ലൈറ്റ് എന്നൊരു സെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ആരാണ് ഓരോ തിയറീസ് പ്രപ്പോസ് ചെയ്തത്, ഏതൊക്കെ സയൻറ്റിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തതെന്ന് വരെ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ പ്രപ്പോസൽസും പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ ഒരു ഐഡിയ തരാം. ജോമെട്രിക് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സിനകത്ത് എന്താണ്? ബേസിക്കലി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന സെക്ഷനാണ് ജോമെട്രിക് ഓർ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. വേ ഒപ്റ്റിക്സ് ആണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. നേച്ചർ ഓഫ് ലൈറ്റ്, ഇന്റർഫറൻസ് എന്ന ഫിനോമിന, ഡിഫ്രാക്ഷൻ എന്ന ഫിനോമിന, പോളറൈസേഷൻ എന്ന ഫിനോമിനയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ഓർ ബേസിക്കലി വേവ് ഒപ്റ്റിക്സ് എന്നൊരു സെക്ഷനകത്താണ് അത്രയും കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള സെക്ഷൻ, ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്ന റീജിയൻ. ഈ ക്വാണ്ടം ഒപ്റ്റിക്സിനാണ് അറ്റോമിക് എൻറ്റിറ്റീസുമായിട്ടുള്ള ലൈറ്റിൻ്റെ ഇന്ററാക്ഷൻസും ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അറ്റോമിക് എക്സൈറ്റേഷൻ എന്നൊക്കെ പറയുന്ന റീജിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെക്ഷനാണ് മോഡേൺ ഫിസിക്സിനകത്ത് വരുന്ന ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് നമുക്ക് ഏതൊക്കെ നോക്കാം. ആദ്യമായിട്ട് റിഫ്ലക്ഷൻ ഓർ പ്രതിഫലനം, രണ്ടാമത് റിഫ്രാക്ഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. അടുത്തതായിട്ട് സ്കാറ്ററിംഗ് ഓർ വിസരണം, ഡിസ്പേർഷൻ ഓർ പ്രകീർണനം, പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നല്ലവണ്ണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള റീജിയൻ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തരിക പ്രതിഫലനം. കൂടാതെ 1-2 ടോപ്പിക്സും ഉണ്ട്. ഡിഫ്രാക്ഷൻ ഓർ വിഭങ്കനം, ഇന്റർഫറൻസ് ഓർ വ്യക്തീകരണം. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, സ്കാറ്ററിംഗ്, ഡിസ്പേർഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇത് ഇത്രയും റീജിയൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മിററിനെ കൺസിഡർ ചെയ്യുക. ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു ലൈറ്റ് റേ വന്ന് ആ മിററിലേക്ക് പതിച്ചെന്നും വിചാരിക്കുക. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് ആ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്താൽ അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ഇനി ആ ഇൻസിഡന്റ് റേയും ആ നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കൂടാതെ അവിടെ ആ പോയിന്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആ ലൈറ്റിനെ, അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആ ലൈറ്റിന്റെ
angle with the normal gives the angle of angle of reflection. Okay, appa endana basically reflection ennu parayunnathu? Reflection is the phenomenon by which a light ray is bouncing off from a polished surface or simply a mirror to the same medium. അതേ മീഡിയത്തിലേക്ക് അതിനെ തിരിച്ചു വരുന്ന ആ ഫിനോമിനയാണ് ബേസിക്കലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ബൈ വിച്ച് ലൈറ്റ് ഫോൾസ് ഓൺ എ ഹൈലി പോളിഷ് സർഫസ് അല്ലെ. ഹൈലി പോളിഷ് സർഫസിൽ ലൈറ്റ് വന്ന് വീഴുകയും അവിടുന്ന് മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ബൗൺസസ് ബാക്ക്, തിരിച്ച് ബൗൺസ് ചെയ്ത് സെയിം മീഡിയത്തിലേക്ക് വരുന്ന ഈ ഫിനോമിനയാണ് നമ്മൾ സിംപ്ലി എന്ത് പറയുന്നത്? സിംപ്ലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലോസ് ഓഫ് റിഫ്ലക്ഷൻ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കണം? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഷുഡ് ബി ഈക്വൽ. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഇൻസിഡന്റ് റേയും ഈ റിഫ്ലക്റ്റഡ് റേയും ഈ പറയുന്ന നോർമലും എല്ലാവരും ഒരേ പ്ലെയിനിലായിരിക്കണം. ഇറ്റ് ഷുഡ് ഓൾ ബി ഇൻ ദ സെയിം പ്ലെയിൻ. ഈ ഒരു പോയിന്റും കൂടെ മനസ്സിൽ വെച്ചേക്കുക. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. വളരെ ഫണ്ടമെന്റലും വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ലോസും കൂടെ നോക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ച് പഠിച്ചപ്പോൾ അത് ഒരു മീഡിയത്തിന്റെ കേസ് ആയിട്ടാണ് പഠിച്ചത്. എന്നാൽ റിഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ മീഡിയത്തിന്റെ കേസ് വരികയാണ്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ പാത്ത് ഓഫ് ലൈറ്റിൽ ചെറിയ ഡീവിയേഷൻസ് വരും. ഓർ സിംപ്ലി ലൈറ്റ് ബെൻസ് ആസ് ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഈ ഫിനോമിനന്റെ പേരാണ് റിഫ്രാക്ഷൻ. ഓക്കെ, അതിന്റെ ഏറ്റവും ബെസ്റ്റ് ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഒരു കപ്പ്, അതിനകത്ത് കുറച്ച് വാട്ടർ ഇരിക്കുന്നു, ഒരു സ്ട്രോ ഇട്ട് വെച്ചേക്കുന്നു. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ സ്ട്രോ ഇസ് ബ്രോക്കൺ അല്ലേ. എയറിൽ കാണുന്ന സെക്ഷൻ അല്ല വാട്ടറിൽ കാണുന്ന ചെറിയ ഡീവിയേഷൻ കാണിക്കുന്നു. ഇതിന്റെ ഫണ്ടമെന്റൽ റീസൺ ഇത്രയേ ഉള്ളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് വേരീസ് ഇൻ ഡിഫറെന്റ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ല, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഓക്കെ, ഇതാണ് അതിന്റെ ഫണ്ടമെന്റൽ റീസൺ. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷനും ഡിഫറൻസ് കാണും. ദാറ്റ് ഈസ് വൈ വി ആർ ഗെറ്റിംഗ് ടു സീ ദാറ്റ് സ്ട്രോ ഇസ് ബ്രോക്കൺ. ഓക്കെ, ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേസ് ആണ്. Speed of light decreases as it travels from rarer medium to denser medium. Air എന്ന rarer മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ നോക്കി വെക്കേണ്ട റീജിയൻ ആണ്. അതുകൊണ്ട് ഇത്തരം എക്സാമ്പിൾസും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ദ ബോട്ടം ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ അപ്പിയേഴ്സ് ഹയർ അല്ലേ. ബോട്ടം ഓഫ് ദ സ്വിമ്മിംഗ് പൂളിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളത്തിന്റെ അടിത്തട്ട് വളരെ ഹൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ നല്ല ഡെപ്ത് കാണാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൻബോ ആണ്. റെയിൻബോ റിഫ്രാക്ഷൻ കൊണ്ട് മാത്രമല്ല, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് വെരി 2-3 ഫിനോമിനൻസ്. അത് ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് വരുന്ന ലൈറ്റ് ബെൻഡിങ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അത് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഇനി ഒബ്ജക്ട് ഡിസ്ലൊക്കേഷൻ ഇൻ വാട്ടർ. ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആക്ച്വലി ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്, ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി നിയറർ അല്ലേ. അപ്പം അതും എല്ലാം എന്താണ്? റിഫ്രാക്ഷന്റെ കേസസ് ആണ്. ഓൾസോ ബൈനോക്കുലറും നമുക്ക് റിഫ്രാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. രണ്ട് ലോസ് ആണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് ലോ ഓൾമോസ്റ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ സെയിം തന്നെയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഇൻസിഡന്റ് റേ ഉണ്ട്, ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ട്, ഇനി ഒരു നോർമലും ഉണ്ട്. ഈ നോർമൽ എന്ന് പറയുന്നത് രണ്ട് മീഡിയം കൂടെ തമ്മിലുള്ള ഇന്റർഫറൻസ് വരുന്ന ആ റീജിയനിൽ വരുന്ന നോർമലിനെയാണ് ഈ നോർമൽ നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഈ മൂന്ന് സംഗതികൾ എന്തായിരിക്കും? ദേ ഓൾ വിൽ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി സെക്കൻഡ് ലോ പറയുന്നത് വെരി വെരി ഫേമസ് ആയിട്ടുള്ള സ്നെൽസ് ലോ ആണ്. സ്നെൽസ് ലോ ആണ് സെക്കൻഡ് ലോ ആയിട്ട് നമ്മൾ പറയുന്നത്. സ്നെൽസ് ലോ ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഉണ്ട് അല്ലേ. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈൻ എടുക്കുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെയും സൈൻ എടുക്കുക. ഈ രണ്ടിന്റെയും റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് സ്നെൽസ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആർക്ക്? ഫോർ എ ഗിവൺ കളർ ആൻഡ് എ ഗിവൺ പെയർ ഓഫ് മീഡിയ.
ഓക്കെ, ഒരു പർട്ടിക്കുലർ പെയർ ഓഫ് മീഡിയയ്ക്കും ഒരു പർട്ടിക്കുലർ കളർ ഓഫ് ലൈറ്റിനും നമുക്ക് പറയാം sin I by sin R is equal to ഒരു കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡെഫിനിഷനിലേക്കാണ് നമ്മളെ വഴിതിരിച്ച് വിടുന്നത്. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന സംഭവം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊരു കൺസെപ്റ്റിലേക്ക് തന്നെ കൊണ്ടുവരുന്ന സ്നെൽസ് ലോ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ബേസിക്കലി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ പർട്ടിക്കുലർ മീഡിയം. ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ വാക്വം അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അതിൻ്റെ വാല്യൂ 3 × 10⁸ m/s. അപ്പോൾ 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം. ആ റേഷ്യോയുടെ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാമെങ്കിൽ ആ പർട്ടിക്കുലർ മീഡിയത്തിൽ എത്ര വെലോസിറ്റിയിൽ ആ ലൈറ്റ് പോകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ഓബ്വിയസ്ലി ഇതൊരു റേഷ്യോ ആണ്, ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ്. ഇനി ഈ നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് സ്ലോവർ ദാൻ ദ ലൈറ്റ് വേവ്. ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ ലൈറ്റ് വേവ് എത്രത്തോളം സ്ലോ ആയിട്ട് പോകും. നമുക്കറിയാം ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ഇൻ വാക്വം അല്ലേ. ഏറ്റവും സ്പീഡ് ലൈറ്റിന് വാക്വത്തിലാണ്. അതാണ് 3 × 10⁻⁴ m/s. അപ്പോൾ ബാക്കിയുള്ള മീഡിയകളിൽ എത്ര ശതമാനം ചെറിയ സ്പീഡ് സ്ലോവർ സ്പീഡിലാണ് അത് ട്രാവൽ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N is equal to C/V. C എന്താണ്? C is the speed of light in vacuum. അതിൻ്റെ വാല്യൂ 3 × 10⁸ m/s. ഇനി V എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ക്ലിയർ അല്ലേ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇനി നമുക്ക് കുറച്ച് വാല്യൂസ് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ് ആണ്. മെറ്റീരിയൽ ഇപ്പോൾ എയർ ആണെങ്കിൽ ഓൾമോസ്റ്റ് 1.0003, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 1 തന്നെയാണ് സംഭവം. എയറെന്നോ വാക്വമോ ഏതാണെങ്കിലും ഓൾമോസ്റ്റ് 1 ആണ്. ഇനി വാട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ഡെൻസർ മീഡിയം ആണ്, 1.33. ഐസ് ഈസ് 1.31, ഈഥൈൽ ആൽക്കഹോൾ 1.36 ആൻഡ് ഡയമണ്ട് 2.42. ഈ ഡയമണ്ടിൻ്റെ ഒക്കെ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് റെഫറൻസിന് നോക്കുക. ഇനി അപ്പോൾ ഇവിടെ സ്പീഡ് ഓഫ് ഈ മീഡിയങ്ങളിൽ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അപ്പോൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോരെ. The velocity in that particular medium is velocity of sound, velocity of speed in vacuum divided by refractive index. അപ്പോൾ ഈ വാല്യൂ ഉണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 3 × 10⁸ കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് ചെറിയ ചെറിയ പ്രോബ്ലംസ് വരെ RRBക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഓക്കെ, ഈ വാക്കിൽ തന്നെ ഉണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ഓഫ് ദ ലൈറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് പറയാൻ വേണ്ടി രണ്ട് മീഡിയം കൺസിഡർ ചെയ്യാം, എയറും ഗ്ലാസും. എയർ ഓബ്വിയസ്ലി റെയറർ ആണ്, ഗ്ലാസ് ഇസ് ഡെൻസർ വിത്ത് 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ്. നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് ഒരു ലൈറ്റ് സോഴ്സിനെ കൺസിഡർ ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഞാൻ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു ലൈറ്റ് നേരെ കടന്നുപോയി. ഓക്കെ, സ്ട്രെയിറ്റിലായിട്ട് നേരെ കടന്നുപോയി, എയറിലൂടെ സ്ട്രെയിറ്റ് പോയി. എന്നാൽ വേറെ ഒരു ഒബ്ലീക്ക് ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സ് എന്ത് പറ്റി? ഇറ്റ് ഗെറ്റ്സ് റിഫ്രാക്റ്റഡ് വിത്ത് ദ നോർമൽ അല്ലേ. ഇതാണ് നമ്മളെ നോർമൽ. ഇത് റിഫ്രാക്ട് ചെയ്ത് അങ്ങോട്ട് പോയി. ക്ലിയർ അല്ലേ? ഇത് റിഫ്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി. ഇനി കുറച്ചും കൂടെ ഞാൻ ഒബ്ലീക്കായിട്ട് ഒരു ആംഗിൾ ഞാൻ കൊടുത്തപ്പോൾ ഇവിടെ എന്ത് പറ്റി? കുറച്ചും കൂടെ ചരിഞ്ഞു പോയി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു പോയിന്റിൽ എന്ത് സംഭവിച്ചു? അറ്റ് എ പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പറയുന്ന റിഫ്രാക്റ്റഡ് റേ ഈസ് 90 ഡിഗ്രി വിത്ത് ദ നോർമൽ. ഈ നോർമലുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്തു. ഈ പർട്ടിക്കുലർ ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് പർട്ടിക്കുലർ ആംഗിൾ വിച്ച് the refracted ray is at 90 degrees with the normal. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഗ്ലാസിന്റെ കേസിൽ ഇതിന്റെ വാല്യൂസ് അറൌണ്ട് 42 ഡിഗ്രീസ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി ക്രിട്ടിക്കൽ ആംഗിളിന് ശേഷമുള്ള എല്ലാ ആംഗിളും അപ്പോൾ എന്ത് പറ്റും? ഓബ്വിയസ്ലി ദ റിഫ്രാക്റ്റഡ് റേ വിൽ
കംപ്ലീറ്റ്ലി കം ബാക്ക് ടു ദ സെയിം മീഡിയം. എയറിലോട്ട് പോകത്തില്ല. ഇനിയുള്ള എല്ലാ സംഭവവും എങ്ങോട്ട് പോകും? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്രാക്ടിങ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദാറ്റ് ഈസ് ഏത് ആംഗിളിനാണ്? ഫോർ ദ ആംഗിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിയും കൂടുതലുള്ള ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ നമ്മൾ കൊടുത്താൽ, അല്ലെങ്കിൽ ഇൻസിഡൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? ആ ഫിനോമിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ദ ഫിനോമിനൻ ഓഫ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ആണല്ലേ, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബാക്ക് ഇൻ ടു ദ സെയിം മീഡിയം. അതേ മീഡിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. സച്ച് ദാറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിയും കൂടുമ്പോൾ ആ ഫിനോമിനെയാണ് നമ്മൾ സിംപ്ലി എന്താ പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ ബേസിക്കലി 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ദ ഇൻസിഡന്റ് റേ മസ്റ്റ് ബി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ദാറ്റ് ഈസ് ഒരു ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആയിരിക്കണം ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഫിനോമിനൻ സംഭവിക്കുകയുള്ളൂ. കൂടാതെ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ ഡെൻസർ മീഡിയം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദ പെയർ ഓഫ് മീഡിയം. നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഇതിന്റെ എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. സ്പാർക്ലിംഗ് ഓഫ് എ ഡയമണ്ട്, വെരി വെരി ഫേമസ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്പാർക്ലിംഗ് ഓഫ് എ ഡയമണ്ട് ഇസ് ബിക്കോസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓൾസോ മിറാഷ്, ഡെസേർട്സിൽ കാണുന്ന മിറാഷും ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കണക്ടിവിറ്റിയുടെ സ്പീഡിന്റെയും റീസൺസ് എല്ലാം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഫിനോമിനൻ ആണ്. ഈ എക്സാമ്പിൾസ് നോക്കി തന്നെ വെക്കണം. എക്സാമ്പിൾസ് ചോദിച്ചിട്ട് ഏത് ഫിനോമിനൻ ആണെന്ന് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഡിസ്പേർഷൻ എന്നാൽ എന്താണ്? ഒരു പ്രിസത്തിലേക്ക് ഒരു വൈറ്റ് ലൈറ്റിനെ നമ്മൾ കടത്തിവിട്ടാൽ it will be എന്താണ്? It will be dispersed into different sets of color അല്ലേ? ഒരു കളർ സ്പെക്ട്രമായി മാറും. അതിനെ നമ്മൾ നോർമലി വിബ്ജിയോർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. വയലറ്റ് ഹാസ് ദ എന്ത്? ലീസ്റ്റ് വേവ് ലെങ്ത്, വേറസ് റെഡ് ഹാസ് ദ ഹയസ്റ്റ് വേവ് ലെങ്ത്. ഇവിടെ ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടായത് വയലറ്റിനാണ്. ഇറ്റ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്, വേറസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആയ റെഡിന് ലീസ്റ്റ് ഡീവിയേഷൻ. ലാർജസ്റ്റ് ഡീവിയേഷൻ ഫോർ വയലറ്റ് ആൻഡ് ലീസ്റ്റ് ഡീവിയേഷൻ ഫോർ റെഡ്. വിബ്ജിയോർ പഠിച്ചു വെക്കുക, നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കുന്നതാണ്. വിബ്ജിയോറിലെ ഈ കേസ് നിർബന്ധമായി നോക്കണം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കോൺസ്റ്റന്റ് കളേഴ്സ് ഇസ് നോൺ ആസ് ഡിസ്പേർഷൻ. ഇത് വളരെ നിസ്സാരമായി തോന്നും, പക്ഷേ ഡിസ്പേർഷൻ, സ്കാറ്ററിംഗ് എല്ലാം മിക്സ് ആയി പോകുന്ന റീജിയൻസ് ആണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ പരിപാടിയെയാണ് സിംപ്ലി ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റിനെ കടത്തുമ്പോൾ ബേസിക്കലി നമുക്ക് വിബ്ജിയോർ ക്രിയേറ്റ് ആവും. ശ്രദ്ധിക്കേണ്ട, താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീവിയേഷൻ കൂടുതൽ വയലറ്റും, ഏറ്റവും കുറവ് റെഡുമാണ്. തിരിച്ച് വേവ് ലെങ്ത് കൂടുതൽ റെഡും വേവ് ലെങ്ത് കുറവ് വയലറ്റിനും ആണ്. ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ ഡിഫറെന്റ് കളേഴ്സിന് എന്തുകൊണ്ട് ഈ ഫിനോമിനൻ ഒക്കർ ചെയ്യുന്നു? ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട്. ഓരോ വേവ് ലെങ്തും ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സ്പീഡ് വരും. അപ്പോൾ ഓരോ സ്പീഡ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് കളറായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വയലറ്റ് ബെൻസ് ദ മോസ്റ്റ്. വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വയലറ്റ് ആണ്. ഓൾസോ റെഡ് ബെൻസ് ദ ലീസ്റ്റ്, ഹാവിംഗ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡുകളാണ്. നോക്കി പോവാം. അടുത്തതായിട്ട് റെയിൻബോയുടെ ഒരു കേസാണ്. റെയിൻബോ ബേസിക്കലി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ എഫക്റ്റ് ആണ് ബേസിക്കലി റെയിൻബോ. ഇത് സിംപ്ലി ഡിസ്പേർഷൻ എന്ന് മാത്രം ആൻസർ കണ്ടാൽ അത് മാർക്ക് ചെയ്യരുത്. ഇത് 3ഉം വരുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് പല രീതിയിൽ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. RRB എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. റെയിൻബോ ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് നോട്ട് ജസ്റ്റ് ഡിസ്പേർഷൻ ബട്ട് റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓൾസോ. ഈ ഒരു ഫിനോമിനൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതായിട്ട് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സാധനമാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിംഗ് എന്ന് നോക്കാം. ഒരു ഇൻസിഡന്റ് ലൈറ്റ് വന്നു, ഒരു പാർട്ടിക്കിളിൽ തട്ടി.
അത് ചിന്നിച്ചെതറിപ്പോയി. ആ സംഭവത്തിനാണ് ബേസിക്കലി സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ലൈറ്റ് ഇൻസിഡന്റ് വന്ന് പാർട്ടിക്കിൾ തട്ടി അത് പല ഡയറക്ഷനിലേക്കായി ചിന്നിച്ചെതറിപ്പോയി. ആ സംഭവത്തിനാണ് സിംപ്ലി സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി സൺലൈറ്റ് വന്ന് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ എന്ത് പറ്റും? സൺലൈറ്റ് വന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ അവിടെ പല ഗ്യാസ് ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. ഈ പല ഗ്യാസ് എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ അങ്ങ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത ഈ ആറ്റംസ് എന്ത് ചെയ്യും? ഈ ലൈറ്റിനെ റീഎമിറ്റ് ചെയ്യും. ആ റീഎമിറ്റ് ചെയ്യുന്ന പല ഡയറക്ഷനിലേക്ക് റീഎമിറ്റ് ചെയ്യും. ഈ ഫിനോമിനയാണ് സിംപ്ലി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സൺലൈറ്റിൽ നിന്ന് നമ്മുടെ സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നു. ഈ ലൈറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ പല ഗ്യാസസ് പിടിച്ചെടുക്കുന്നു. ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ കുറെ കഴിയുമ്പോൾ റീഎമിറ്റ് ചെയ്യുന്നു. ഈ റീഎമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് പല ഡയറക്ഷനിലേക്ക് അങ്ങ് സ്കാറ്റർ ചെയ്ത് പോകും. ഈ ഫിനോമിനയാണ് സിംപ്ലി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ആറ്റംസ് ഓർ പാർട്ടിക്കിൾസ് ദാറ്റ് സ്കാറ്റർ ലൈറ്റ് ആർ കോൾഡ് സ്കാറ്ററേഴ്സ് എന്നും ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി റെയ്ലേ സ്കാറ്ററിംഗ് എന്നൊരു ഫിനോമിനൻ ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് I ഈസ് പ്രപ്പോർഷണൽ ടു 1/λ⁴. ബേസിക്കലി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ലാംഡ എന്നെങ്കിലും മനസ്സിലാക്കുക. അത്ര ഒറ്റ പോയിന്റേ ഉള്ളൂ. ചെറിയ വേവ് ലെങ്ത് ഒക്കെ എന്ത് പറ്റും? പെട്ടെന്ന് സ്കാറ്റർ ആയി പോകും. ഇന്റൻസിറ്റി കുറവാണ്. എന്നാൽ ലോങ്ങർ വേവ് ലെങ്ത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ലോങ്ങർ വേവ് ലെങ്തിനായിരിക്കും അപ്പം സ്കാറ്ററിങ് ഇല്ല. ലോങ്ങർ വേവ് ലെങ്തിന് സ്കാറ്ററിങ് ഇല്ല. എന്നാൽ ഷോർട്ടർ വേവ് ലെങ്ത് പെട്ടെന്ന് സ്കാറ്റർ ആയി പോകും. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. സംഭവം ഇത്രേ ഉള്ളൂ. ഏത് ലൈറ്റിൽ തന്നെ പല വേവ് ലെങ്ത് ഉള്ള കളേഴ്സ് ഉണ്ട്. നമുക്കറിയാം റെഡിന് എന്താണ്? ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ്. അപ്പൊ റെഡ് ലൈറ്റ് ഒന്നും പെട്ടെന്ന് സ്കാറ്റർ ആവത്തില്ല. കാരണം റെയ്ലേ പറഞ്ഞിട്ടുണ്ട് സ്കാറ്ററിംഗ് ഇന്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ് സ്കാറ്ററിംഗ് ഇന്റൻസിറ്റി. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ സാധനത്തിനെ തൊടൂല, അത് സ്കാറ്റർ ആവാതെ പോകും. എന്നാൽ ഷോർട്ടർ വേവ് ലെങ്ത് ഒക്കെ പെട്ടെന്ന് സ്കാറ്റർ ആയി പോകും. ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി കളേഴ്സ്. നമ്മൾ ഡിസ്പേർഷൻ എന്നൊരു ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഒരു പ്രിസത്തിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാൽ ഇറ്റ് വിൽ ഡിസ്പേഴ്സ് ഇൻറ്റു 7 കളേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? വിബ്ജിയോറൊക്കെ പഠിച്ചു. തിരിച്ച് ഈ നമ്പർ ഓഫ് എല്ലാ ലൈറ്റും അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 കളേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്താൽ അവർ വൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ പേരാണ് ഫണ്ടമെൻ്റലി പ്രൈമറി കളേഴ്സ്. ഇഫ് 2 or 3 colors are mixed together, they produce white color, then they are called the primary colors. വേറെ ഏത് കോമ്പിനേഷനും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. They cannot be obtained by mixing 2 or more colors. ഇനി ഏതൊക്കെയാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്? റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. RGB എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? RGB എല്ലാം പറയുന്നത് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രൈമറി കളേഴ്സ്. ഇനി ഈ പ്രൈമറി കളേഴ്സ് ഒക്കെ ടെലിവിഷനിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി കളേഴ്സ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ RRB എക്സാംസിന് ചോദിച്ചിട്ടുള്ള സെക്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവങ്ങളാണ്. ഈക്വൽ പാർട്സ് ഓഫ് ഈച്ച് ഓഫ് ദ 3 ബാൻഡ്സ് കമ്പൈൻ ടുഗദർ എന്ത് പറ്റും? വൈറ്റ് ലൈറ്റ് ഉണ്ടാവും. ഇനി ഇവരുടെ ആബ്സെൻസ് എന്താണ്? ബ്ലാക്ക് ആയിരിക്കും. ഒബ്വിയസ്ലി ബ്ലാക്ക് ആയിരിക്കും. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി കളർ തിയറീസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. 2 പ്രൈമറി കളേഴ്സിനെ കൂട്ടി മുട്ടിക്കുമ്പോൾ ഒരു സെക്കൻഡറി കളർ ജനറേറ്റ് ആവും. ഈ സെക്കൻഡറി കളർ മൈറ്റ് ബി എന്താണ്? ഇറ്റ് മൈറ്റ് ബി ബ്രൈറ്റർ ദാൻ ദ ഒബ്റ്റൈൻഡ് കമ്പോണൻസ്. ഓക്കെ, കമ്പോണൻസിനെ കാട്ടിയും ഒരുപക്ഷെ ബ്രൈറ്റർ ആയിരിക്കും. 2 പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ സെക്കൻഡറി കളർ ആൻഡ് ദാറ്റ് സെക്കൻഡറി കളർ മൈറ്റ് ബി ബ്രൈറ്റർ ദാൻ എയ്തർ ഓഫ് ദ കമ്പോണൻസ് ദാറ്റ് ആർ മിക്സ് ടുഗദർ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. റെഡും ഗ്രീനും ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ യെല്ലോ ആണ് കിട്ടുന്നത്. യെല്ലോ ഈസ് ബ്രൈറ്റർ ദാൻ റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. അതേപോലെ റെഡും ബ്ലൂവും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മജന്തയാണ് ഉണ്ടാവുന്നത്. ഈ മജന്ത ഈസ് ബ്രൈറ്റർ ദാൻ ദ റെഡ് ആൻഡ് ബ്ലൂ. ഓക്കെ, ഓൾസോ ബ്ലൂവും ഗ്രീനും ആഡ് ചെയ്യുമ്പോൾ സയാൻ ആണ് ഉണ്ടാവുന്നത്. സയാൻ ഈസ് ബ്രൈറ്റർ ദാൻ ബ്ലൂ ആൻഡ് ദ ഗ്രീൻ. ഓക്കെ, ജസ്റ്റ് ഈ കോമ്പിനേഷൻസും നോക്കി വെക്കുക, ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 1.5. RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് 3 × 10⁻⁸,
2 into 10 raised to 8, 1.5 into 10 raised to 8 and 1.2 into 10 raised to 8. നമ്മൾ ഓൾറെഡി പഠിച്ചു സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? V is equal to C/N ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി കിട്ടുന്ന സാധനം. ഇനി എത്ര റിഫ്രാക്റ്റീവ് സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് നമുക്കറിയാം? 3 into 10 raised to 8, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വാല്യൂ, ഡിവൈഡഡ് ബൈ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ 1.5, ഇത് 2 times ആണ്, വെട്ടിപ്പോവും. ആൻസർ 2 into 10 raised to 8. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യം, ആവേശം കാണിച്ച് തെറ്റിക്കരുത്. ആൻസർ ബോയ് ആണ്. 2 into 10 raised to 8 meter per second. സിമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പ്രൈമറി കളർ യൂസ് ഇൻ ടെലിവിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ RRB JEക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. ഗ്രീൻ, യെല്ലോ, റെഡ്, റെഡ്, യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ, ബ്ലൂ, ബ്ലൂ, യെല്ലോ, ഗ്രീൻ. RGB പ്രിന്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? RGB റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫണ്ടമെന്റൽ കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ ഓർ സിംപ്ലി പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ മാറിപ്പോകരുത്. ഇനി വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള, ALPക്ക് ചോദിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുണ്ട്, NTPCക്ക് ഒക്കെ ചോദിച്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുള്ളതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. 3 into 10 raised to 8 meter per second ആണ്. അത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യം. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നതോട് പറഞ്ഞതേ ഉള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യന്. ആ ക്വസ്റ്റ്യൻ ഏതർ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ നേരത്തെ കണ്ട പോലെ വേറൊരു ക്വസ്റ്റ്യൻ ആ വാല്യൂവിന്റെ ആവശ്യം വരും. അടുത്തതായിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിനൻ ഈസ് നോട്ട് ഇൻവോൾവ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് എ റെയിൻബോ? ഒരു റെയിൻബോയ്ക്ക് ഈ താഴെ പറയുന്നതിൽ ഏതൊക്കെ ഫിനോമിനൻ ഇല്ല? കണ്ടോ, അത് തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, സ്കാറ്ററിംഗ്, ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ ഫിനോമിനൻ ആണ് അതിൽ ഇൻവോൾവ് ആവുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ട്, ഡിസ്പേർഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഒബ്വിയസ്ലി ഉണ്ട്. അപ്പൊ ഏതാണ് ഫിനോമിനൻ? സ്കാറ്ററിംഗ് എന്ന ഈ ഫിനോമിനൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബോയ് സ്കാറ്ററിംഗ് ആണ്. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് റിഫ്രാക്ഷൻ മാറിപ്പോകരുത്. ഡിസ്പേർഷൻ മാത്രം അടിച്ചു വെക്കരുത്. ഡിസ്പേർഷൻ ആണ് ആകെയുള്ള ഫിനോമിനൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനത്തെ ഫിനോമിനൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട് തന്നെ പോകുമ്പോൾ നിങ്ങൾ ഡയറക്ട്ലി സമയം കളയാതെ ചിന്തിക്കാതെ തന്നെ ആൻസർ ചെയ്ത് പോകാൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കി നോക്കി പോകണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ല, എക്സാമ്പിൾസ് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം, റെയിൻബോ. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന്റെ എക്സാമ്പിൾ ഒരിക്കലും റെയിൻബോ അല്ല, നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം ഡിസ്പേർഷൻ ആണെന്ന് നമ്മൾക്ക് അറിയാം. ഇനി ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്താണ്? ബേസിക്കലി അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന്റെ ബേസിക് റീസൺ. അപ്പോൾ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ആണ് ബേസിക്കലി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. കൂടാതെ റെഡ് കളർ ഓഫ് സ്കൈ, റെഡ് സ്കൈ അറ്റ് സൺസെറ്റ് ആൻഡ് സൺറൈസ്, ഇതെല്ലാം എന്ത് ഫിനോമിനൻ ആണ്? ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഓക്കെ, വൈറ്റ് കളർ ഓഫ് ദ ക്ലൗഡ്, അതും സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന്റെ എക്സാമ്പിൾസ്. നല്ലവണ്ണം നോക്കിയിട്ട് തന്നെ പോകണം. അടുത്തതായിട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു 7 components as it enters to a glass prism is called RRB NTPC ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ, സ്കാറ്ററിംഗ്, റിഫ്രാക്ഷൻ. സി നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ ഒന്നും നോക്കാതെ ഒരു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കത് കൺഫ്യൂഷൻ വരാം. സി ഇത് പഠിച്ചിട്ട് പോകുന്ന ആൾക്ക് ഒബ്വിയസ്ലി അറിയാൻ പറ്റും, കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. ബട്ട് ഒന്നും നോക്കാതെ ഡയറക്റ്റ്ലി അടിക്കുമ്പോൾ ഡിസ്പേർഷൻ ആണോ സ്കാറ്ററിംഗ് ആണോ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് വരും. ഇവിടുത്തെ ആൻസർ എന്താണ്? വൈറ്റ് ലൈൻസിനെ 7 ആയി ഡിവൈഡ് ആയാൽ ആൻസർ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം ടു വാക്വം ഇസ് കോൾഡ് എന്താണെന്നാണ് ഡെഫിനിഷൻ. ഓപ്ഷൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെഡിവിക് ഇൻഡെക്സ്, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഓൾറെഡി പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഓപ്ഷൻ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബോയ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? വിച്ച് കളർ ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ് വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ലൈറ്റ് ആണ്
ലീസ്റ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. വയലറ്റ്, ബ്ലൂ, റെഡ്, ഗ്രീൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏത് കളറിനാണോ മാക്സിമം വേവ് ലെങ്ത് ഉള്ളത് അവരായിരിക്കും ലീസ്റ്റ് ഡീവിയേഷൻ ചെയ്യുന്നത്. തിരിച്ച് ഏത് കളറിനാണോ ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് അവരായിരിക്കും മാക്സിമം ഡീവിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ റെഡ് ആണ്. റെഡ് ഹാസ് ദ മാക്സിമം വേവ് ലെങ്ത് അല്ലേ? റെഡ് ആണ് മാക്സിമം വേവ് ലെങ്ത്. ഈ ഒരു ടേബിളും കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. പക്ക വാല്യൂസ് ചോദിക്കാറില്ല, ബട്ട് ആ ട്രെൻഡ് ചോദിക്കാറുണ്ട്. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി വിബ്ജിയോർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് എന്താണ് വേവ് ലെങ്ത് കൂടിക്കൂടി വരെയാണ്. തിരിച്ച് ഈ ട്രെൻഡാണ് വേവ് ലെങ്ത് ഫ്രീക്വൻസി കൂടിക്കൂടിയാണ് താഴോട്ടാണ്. ഓക്കെ, ഈ വാല്യൂസും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും.